നാട്ടിൽ തൃത്താല മേഴത്തൂർ സ്വദേശിയാണ്. ഇവിടെ ബാംഗ്ലൂർ ഒരു 3 വർഷമായി ഇവിടെ വർക്ക് ചെയ്യാണ്. ഇവിടെ പേഴ്സണൽ ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല കഴിഞ്ഞ 3 വർഷമായി നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റാണ്. ഇത്തവണ കർണാടക ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് ടൈറ്റിലും നേടി. ഇനി ഈ വരുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ട് മെയ് 18, 19, 20, 21. സോ അതിൽ കർണാടകയെ റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ കോമ്പീറ്റ് ചെയ്യുകയാണ്. ഞാൻ ഫിറ്റ്നസ്സിലോട്ട് എത്തിപ്പെടുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് ഫിറ്റ്നസ്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അതുപോലെ സ്കൂളിൽ തന്നെ ബെഞ്ചിൽ ഞങ്ങൾ ആം റെസ്ലിംഗ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് കളിക്കുമായിരുന്നു. ആ പ്രായം തൊട്ടേ എനിക്ക് ആം റെസ്ലിങ്ങിനോട് ഭയങ്കര ക്രേസ് ഉണ്ടായിരുന്നു, ആം റെസ്ലിങ്ങിനോടും ഫിറ്റ്നസ്സിനോടും. അതുപോലെ എൻ്റെ ബോഡി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ലീനായിരുന്നു. അപ്പോൾ ഞാനൊരു 12th കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്നത്. അതുവരെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വീട്ടിൽ നിന്ന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ജിമ്മിന് ജോയിൻ ചെയ്യുന്നതിന്. അങ്ങനെ എല്ലാം തരണം ചെയ്തു. ഒരു +2 കഴിഞ്ഞേക്ക് ഞാൻ ജിമ്മിന് ജോയിൻ ചെയ്തു. വിത്തിൻ 1 ഇയർ തന്നെ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. എൻ്റെ ബോഡിയിൽ അതിൻ്റെ ചേഞ്ചസ് കണ്ടു. അതുമാത്രമല്ല എൻ്റെ സ്ട്രെങ്ത്തിൽ എനിക്ക് ഡെവലപ്മെൻറ്റ് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ ആം റെസ്ലിംഗ് കൂടെ അതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഒരിക്കൽ ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഒരു ദിവസം ആം റെസ്ലിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നത് കാണുന്നത്. അപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നി, എന്തുകൊണ്ട് കോമ്പറ്റ് ചെയ്തുകൂടാ. എനിക്കൊരു പ്രീവിയസ് എക്സ്പീരിയൻസും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഡയറക്റ്റ് പോയി സ്റ്റേജ് കയറി അവരോട് സംസാരിച്ചു, എനിക്ക് കോമ്പറ്റ് ചെയ്യണം, എനിക്ക് എന്താ ഇവൻ്റ് ഏത് ലെവലാണെന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതിൽ കോമ്പറ്റ് ചെയ്തു. ആ തവണ അത് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ ആയിരുന്നു. അതിൽ തന്നെ എനിക്ക് ഗോൾഡും കിട്ടി. ഇത് 2017 അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ മനസ്സിലാക്കി, ഓക്കെ എനിക്ക് ഇതിൽ കുറച്ചുകൂടെ ഇതിൽ ടാലൻ്റ് ഉണ്ട്, എനിക്കൊന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന്. അതിന് ശേഷമാണ് ഞാൻ ഈ സ്പോർട്ട് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്തത്. അതുപോലെ ഞാൻ ബോഡി ബിൽഡിങ്ങും ഞാൻ മിസ്റ്റർ പാലക്കാട്, മിസ്റ്റർ തൃശ്ശൂർ, മിസ്റ്റർ ഇടുക്കി ഈ കോമ്പറ്റീഷനെല്ലാം ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്, ഗോൾഡ് മെഡൽ തന്നെ. അതുപോലെ ആം റെസ്ലിങ്ങിനാണെങ്കിലും കഴിഞ്ഞ 3 ടൈംസ് നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ്. കേരള സ്റ്റേറ്റിലും 3 തവണ ഞാൻ ഗോൾഡ് മെഡൽ വിൻ ചെയ്തിരുന്നു. പിന്നെ ഈ റീസെൻ്റ്ലി 2022 ഞാൻ 2 വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒരെണ്ണം 1 ആം പുഷപ്സ് 30 സെക്കൻഡിൽ മാക്സിമം ഒറ്റ കൈ കൊണ്ട് നക്കിൾ പുഷപ്സ് ചെയ്ത് വേൾഡ് റെക്കോർഡും ഞാൻ കരസ്ഥമാക്കി. അതുപോലെ തന്നെ ഞാൻ ഫിറ്റ്നസ്സിലോട്ട് എത്തിപ്പെടുന്നത് ഇതെൻ്റെ പാഷനായിരുന്നു. ഞാൻ വേറെ പ്രൊഫഷനായിരുന്നു ഞാൻ ചൂസ് ചെയ്തത് ആദ്യം. അതുകൊണ്ട് എൻ്റെ ഇഷ്ടപ്രകാരമല്ല, എൻ്റെ പാരൻസിൻ്റെ എല്ലാം നിർബന്ധപ്രകാരം ഞാൻ AAA ആയിരുന്നു ചെയ്തിരുന്നു, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിംഗ്. അങ്ങനെ അത് ചെയ്തു. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്തു. അതുപോലെ കുറേ എല്ലാം ലാസ്റ്റ് എത്തിപ്പെടുന്നത് ഈ ഒരു ഫീൽഡിലോട്ട് തന്നെ, എങ്ങും എത്തിയില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഫിറ്റ്നസ് തന്നെ എന്തുകൊണ്ട് എനിക്ക് പ്രൊഫഷൻ ആക്കിക്കൂടാ, ബിക്കോസ് ഇറ്റ് ഈസ് മൈ പാഷൻ. സോ ഞാൻ ഇതിൽ കുറേ സർട്ടിഫിക്കേഷൻസ് ചെയ്തു, 5 ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ചെയ്തു. പിന്നെ ഇതെൻ്റെ പാഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് എല്ലാം കാര്യങ്ങളും പഠിക്കാൻ പറ്റി, ആളുകളെ മനസ്സിലാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ എത്തിപ്പെട്ടു. ഇവിടെ വന്ന ടൈമിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. കാരണം ഞാൻ മലയാളിയാണ്, എനിക്ക് സ്ഥലങ്ങൾ അറിയില്ല. അതുപോലെ ഞാൻ ആദ്യം എത്തിപ്പെട്ട ജിമ്മിൽ ഞാനൊരു 5 മാസത്തോളം വർക്ക് ചെയ്തു, പക്ഷേ എനിക്ക് ഇതുവരെ ഇപ്പോഴും സാലറി കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ചീറ്റിങ്ങിലും ഫേക്ക് കാര്യങ്ങളിലും ഞാൻ പോയി പെട്ടിട്ടുണ്ട്. അതുപോലെ 2 ജിമ്മിൽ നിന്ന് എനിക്ക് ഇപ്പോഴും സാലറി കിട്ടിയില്ല. അങ്ങനെ നമ്മൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. അങ്ങനെ ഒടുവിൽ ഞാൻ തന്നെ വിചാരിച്ചു, എന്തുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ പേരിൽ തന്നെ എനിക്ക് വർക്ക് ചെയ്തുകൂടാ. അങ്ങനെ ഞാനിപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് പേഴ്സണൽ ട്രെയിനിങ് ചെയ്യുന്നു. എനിക്ക് അത്യാവശ്യം ക്ലയൻസ് ഉണ്ട്, 10-12 ക്ലയൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരാളെ കൂടെ എൻ്റെ കീഴിൽ ഹയർ ചെയ്തു. പുള്ളി എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ എനിക്ക് ഈ ഫിറ്റ്നസ് ഒന്നുകൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ട് എന്ന് അറിയിക്കണം. അതാണ് എൻ്റെ ഗോൾ. ഞാൻ ഈ ഫീൽഡിലോട്ട് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് ഫിറ്റ്നസ്സിനോടും ബോഡി ബിൽഡിങ്ങിനോടും ആം റെസ്ലിങ്ങിനോടൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. ആ ടൈം തൊട്ട് തന്നെ ഞങ്ങൾ ക്ലാസ്സിൽ ബെഞ്ചിലൊക്കെ ആം റെസ്ലിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഒരു പ്രായം തൊട്ടേ ഞങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു 12th എത്തിയപ്പോഴാണ് ഞാനിത് കുറച്ചുകൂടെ സീരിയസ് ആക്കി എടുത്തത്. എനിക്ക് ജോയിൻ ചെയ്യണം, ജിമ്മിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ വന്നത്. അപ്പോൾ ഞാൻ ആ ടൈമിൽ പാരൻസിനോട് ചോദിച്ചപ്പോൾ എനിക്ക് അതുവരെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു വീട്ടിൽ, ജിമ്മിന് ജോയിൻ ചെയ്യുന്നതിനും എൻ്റെ ഏജിനും എല്ലാം കൂടെ. സോ അതിനുശേഷം ഞാൻ തന്നെ ജിമ്മിൽ ജോയിൻ ചെയ്തു, വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറേ ട്രെയിനേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു ലെവലിൽ എത്തുന്നവരെ ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു, 3-4 ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
ഞാൻ ഈ സ്പോർട്ടിൽ എനിക്ക് ടാലൻ്റ് ഉണ്ട് എന്ന് മനസ്സിലായത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ഒരു ഒരു ദിവസം ഞാനിങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഞാൻ ചുമ്മാ എനിക്ക് ആ സ്പോർട്ടിലുള്ള താല്പര്യം കൊണ്ട് മാത്രം ഞാൻ അവിടെ പോയി. എനിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പ്രാക്ടീസസും ഉണ്ടായിരുന്നില്ല ആം റെസ്ലിങ്ങിന് വേണ്ടി. അപ്പോൾ ഞാൻ അങ്ങനെ അവരോട് സംസാരിച്ചു, എനിക്ക് കോമ്പറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതൊരു സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. സോ അങ്ങനെ ഞാൻ അവരോട് കുറച്ച് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവരെന്നെ അലോ ചെയ്തു പാലക്കാട് ഡിസ്ട്രിക്റ്റിന് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്ത് സ്റ്റേറ്റ് ലെവലിൽ കോമ്പറ്റ് ചെയ്യാൻ. അങ്ങനെ ഞാൻ അതിൽ കോമ്പറ്റ് ചെയ്തു, ഞാൻ അതിൽ ഗോൾഡ് വിൻ ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ തന്നെ മനസ്സിലാക്കിയത് ഓക്കെ എനിക്ക് ഈ ഫീൽഡിൽ എനിക്ക് ആം റെസ്ലിങ്ങിൽ ഇത്രയും ടാലൻ്റ് ഉണ്ട്, അപ്പോൾ എന്തുകൊണ്ട് എനിക്കത് ഇമ്പ്രൂവ് ചെയ്തുകൂടാ എന്ന്. പിന്നീട് അതിനുശേഷം ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു ആം റെസ്ലിംഗ് എന്ന സ്പോർട്ടിൽ ഡെവലപ്പ് ചെയ്യാൻ, എൻ്റെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ, ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യാൻ. ഈ ആം റെസ്ലിംഗ് എന്ന് പറഞ്ഞ സ്പോർട്ട് തന്നെ ഭയങ്കര യുണീക്കാണ്. അതായത് നമ്മൾ അത്രയും നമ്മളെ ബോഡിയിൽ നമ്മളെ മസിൽസ് കോർഡിനേഷൻ വേണം, അതുപോലെ അത്രയും കോൺസെൻട്രേഷൻ, ഒരുപാട് ഡെഡിക്കേഷനും വേണം. ഞാൻ ആദ്യമായിട്ട് കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്നത് 2017 ആം റെസ്ലിംഗിൽ. അപ്പോൾ അതും ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഞാൻ അങ്ങനൊരു ഇവൻറ്റ് നടക്കുന്നുണ്ടെന്ന് അറിയുന്നതും അവിടെ കോമ്പറ്റ് ചെയ്യുന്നതും. അതിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാതെ എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടി. അപ്പോൾ അതിന് ശേഷം എനിക്ക് മനസ്സിലായി ഓക്കെ എനിക്ക് ഇതിൽ ടാലൻ്റ് ഉണ്ട്, എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാമെന്ന്. അതിന് ശേഷം ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. 2018, 19, 20, 21, 22 ടിൽ ദിസ് ഇയർ ഐ വോൺ സ്റ്റേറ്റ് നാഷണൽ ലെവൽസ്. അപ്പോൾ ഇത്തവണ കഴിഞ്ഞ കർണാടക സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് ഗോൾഡ് ഉണ്ട്. അതുപോലെ ഇത്തവണ നാഷണലിൽ ഞാൻ കർണാടക സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്താണ് കോമ്പറ്റ് ചെയ്യുന്നത്. ബോഡി ബിൽഡിങ്ങിലാണെങ്കിലും മിസ്റ്റർ പാലക്കാട്, മിസ്റ്റർ തൃശ്ശൂർ, മിസ്റ്റർ ഇടുക്കി എനിക്ക് വിൻ ചെയ്യാൻ പറ്റി. അതുപോലെ എനിക്കിപ്പോൾ എൻ്റെ കരിയറിലും എനിക്ക് ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ടായി ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് കാരണം ഞാൻ എൻ്റെ പാഷനെയാണ് ഫോളോ ചെയ്തത്. പാഷൻ തന്നെയാണ് ഞാൻ പ്രൊഫഷൻ ആക്കിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാഷന് ഫോളോ ചെയ്യുക. നമ്മൾ എന്താണോ പാഷൻ അത് ഇമ്പ്രൂവ് ചെയ്ത് അതിൻ്റെ പാഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യും.